ഉണ്ണിയേട്ടൻ വന്നു. അയ്യേ, ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയനാ? ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിൽ നിന്നാണ് വരവ്. എന്റെ പേര് ബിജു. BIJU, ബിജു. നല്ല പേരല്ലേ? അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ? അയ്യോ, ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനാ. ആദ്യം അനിയൻ ഇരിക്കി. ഞങ്ങൾ ദുബായിക്കാർ ഇരുത്തിയിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ? എന്റെ മോളുടെ. ഞാൻ വിചാരിച്ച എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ. വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊസിഷനിലല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊസിഷനില്ലേ എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്കാ? അസ്സലാമലൈക്കും. ഏയ്, നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ? ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇവിടെ ഒപ്പിട്. ഇത് ആരുടെ ഒപ്പാടാ? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. മതി മതി മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാൽ കൊടുക്കാൻ ഒന്നും എന്റെ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ. വിഷമദ്യം കഴിച്ച് 3 തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ല് പോലെ പുറത്തിറക്കി കൊണ്ടുവന്നേ.
നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയില് കണ്ടിരിക്കുന്നടാ. നടക്ക്. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ചിന്നാടമർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിന്നെ കൊല്ലും ഞാൻ. നീ കരുതിരുന്നോ? നിന്നെ വിടില്ല, നിന്നെ വിടില്ല. പരമശിവം, സോറി സാർ. എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ടില്ല. എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ? ഇടപാട് കാണാതിരിക്കൂ. മേത്തൊക്കെ സാമ്പാർ പോയി. ഇതിൽ ചോറും കൂടി വിളമ്പട്ടെ സാറേ? 2 പപ്പടം കൂടി തടാ, പൊടിച്ചു കളഞ്ഞാൻ. ആരാ ചോറ് വെച്ചത്? പപ്പടം ഇല്ലെന്ന് അറിയില്ലേ? മതിയടാ. മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവനെന്നെ ചവിട്ടാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എന്റേതും. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തി എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോണെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാൻ അങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ? എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഓ അവിടെ കയറ്. സോറി. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അതിന്റെ സുഖം. പോലീസ് പിടിച്ചാൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട, എന്തായാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ഭായ്, അത് തന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ് ദാ, പുണ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേര് നോക്കിക്കോളൂ. പോവോ? എന്റെ പുണ്യാള, നേർച്ചിടാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ മുഴുവനായിട്ട് കാത്തോളണേ.
പോലീസ് അയ്യോ നീ എന്നതാടാ ഈ പറയുന്നത്? ലോഡ് പോലീസ് പിടിച്ചെന്നു. അതേ മുതലാളി, ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടായി. കൊച്ചു മുതലാളി എന്നെ സംശയിക്കരുത്. വർഷം കുറെ ആയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട്. എത്ര വർഷമായാലും നീ കള്ളപ്പണിയല്ലേ ചെയ്യണത്? കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. ഇതേ ലക്ഷങ്ങളുടെ ഏർപ്പാടാ. ബേബി കുഞ്ഞേ, ചേട്ടോ ചേട്ടാ സത്യം പറ, ഞങ്ങളുടെ ലോറിയിലൂടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത്? ഇയാളുടെ മോന്ത കണ്ടാലറിയാം 10 കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ, സംഗതി സ്പിരിറ്റ് അല്ലേ. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം. പറയടോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ പറയില്ലല്ലേ? പറയടോ. ലോഡ് ആർക്കാ നീ മറിച്ചു വിറ്റത്? കുഞ്ഞൻ ലോറി നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ബായി എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ RC ബുക്കിൽ അഡ്രസ് തപ്പി ഒരു കണക്കിന് വണ്ടി ഇവിടെ എത്തിച്ചു. എനിക്കാണെങ്കി കാറൊക്കെ ഓടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ശരിയാവില്ല. ഞാൻ പറഞ്ഞോട്ടെ. എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാ മതി. എടാ ചാണ്ടിച്ച. അപ്പാ ഇയാളെ പോണേ പോട്ടപ്പാ. ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ? അയ്യോ നീ എങ്ങോട്ടാ? ബായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. വാ. ബായി സത്യമുള്ളവൻ.